ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നും തടസ്സം നിൽക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നെന്നും സാത്താൻ തെളിയിക്കുകയുണ്ടായി. ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണല്ലോ. ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ ഇന്ന് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെയാണ് അല്പം വൈകുവാനായിട്ട് ഇടയായത്. ക്ഷമിക്കണമെന്ന് ഞാൻ പറയുകയാണ് ആദ്യമേ. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വിശുദ്ധ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. അതിനെ തുടർന്ന് ഉള്ള വിഷയങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്നും സംസാരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് നമ്മൾ സംസാരിച്ച സമയത്ത് വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വിഷയം അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിൽ ഒരു പുസ്തകം എഴുതുവാൻ പോലും പാകത്തിലുള്ള അറിവുകളൊക്കെ ഉള്ളവരായി നാം മാറിക്കഴിഞ്ഞിരുന്നവരാണ്. പലപ്പോഴും ഈ വിഷയമാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ ചിത്രവും നമ്മുടെ മനസ്സിലേക്ക് വരികയും ഇതൊക്കെ ആയിരിക്കും പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ട് പോകുന്നത് എന്ന ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. എന്നാൽ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത, ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒരു പ്രോസസ്സായി, പ്രക്രിയയായിട്ട് തന്നെ ആയിരിക്കുന്നു. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. സ്നാനപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. തിരുവത്താഴം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തോട് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കാൾ അല്പം പോലും കുറവില്ലാത്ത ഒരു വിഷയമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് പറയുന്നത് അതൊരു ഓപ്ഷണൽ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വേണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന ഒരു ഓപ്ഷണലായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നതല്ല വിശുദ്ധ ജീവിതം. മൂന്നാമതായിട്ട് വിശുദ്ധ ജീവിതം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനെ 3 തരത്തിൽ നമ്മൾ പറയുകയുണ്ടായി. ഒന്ന്, സ്ഥാനീയമായി നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. നമ്മുടെ ലേഖനങ്ങളിലൊക്കെ കാണുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പൗലോസ് ഓരോ വിശ്വാസികളെയും അഭിസംബോധന ചെയ്യുമ്പോൾ വിശുദ്ധന്മാരെ എന്ന് വിളിച്ചിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. ആ രീതിയിൽ സ്ഥാനീയമായി വിശ്വാസ ജീവിതത്തിൽ നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. ഇനി ഭാവിയിൽ നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടെ സാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ വിശുദ്ധീകരണം അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുരൂപരായിട്ട് നമ്മൾ മാറും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് വിശുദ്ധ ജീവിതം നാം കഴിക്കുക എന്നത് പറയുന്നത്. അതിനോടനുബന്ധിച്ച് വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വിശുദ്ധീകരണങ്ങളിലും വിശ്വാസിക്ക് യാതൊരുവിധ പങ്കുമില്ല. രണ്ടും മുഴുവനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അത് കഴിഞ്ഞ് സ്ഥാനീയം അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധന്മാരായ ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും അത് ക്രിസ്തുവിൽ തന്നെയാണ്. ഇതിൽ രണ്ടിലും നമുക്ക് യാതൊരു പങ്കും അവിടെ ചെയ്യുവാനായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിലില്ല.
എന്നാൽ വിശുദ്ധ ജീവിതം അനുദിനം നയിക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രോസസ്സിൽ അതിൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് ചെയ്യുവാനായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ മേൽ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുക. അതാണ് അതിൻ്റെ പ്രാധാന്യം മറ്റ് രണ്ട് വശങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി ഇതിനെ നിർത്തുന്നത്. മാത്രമല്ല, സാങ്ക്ടിഫിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് ലവ്. സ്നേഹമില്ലാതെ വിശുദ്ധീകരണം സാധ്യമല്ല, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം സാധ്യമല്ല എന്ന വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ച എടുത്തത്. ഈ വിശ്വാസ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്ന സ്നേഹമാണ്. സ്നേഹമെന്ന ആത്മാവിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ടാവണം. ഈ സ്നേഹമില്ലാതെ വിശുദ്ധ ജീവിതം ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കത്തില്ല. വിത്തൗട്ട് ലവ് വി കാൺഡ് അക്കംപ്ലിഷ്, അല്ലെങ്കിൽ വി കാൺഡ് ഗോ ഫോർവേഡ് ഇൻ എ ഹോളി ലൈഫ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ സ്നേഹമില്ലാതെ നമ്മുടെ വിശുദ്ധ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ പുരോഗമനം പ്രാപിക്കുവാൻ, അതിൽ വളരുവാനായിട്ട് നമുക്കൊരു സാധ്യതയുമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം സംസാരിച്ച സമയത്ത് നാം കേൾക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ജീവിതം നാം നയിക്കുമ്പോൾ അതിൻ്റെ കാതലായ വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ എടുത്തു വയ്ക്കി നിരത്തുന്നത് ചില ഡൂസ് ആൻഡ് ഡോൺസ് ആണ് എന്ന് നാം പറഞ്ഞുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് വിശുദ്ധ ജീവിതം, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന ഒരു ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ല ചില ഡ്രസ്സ് ഇടുന്നതോ അല്ലെങ്കിൽ ചില രീതിയിൽ നാം നടക്കുന്നതോ ചില രീതിയിൽ സംസാരിക്കുന്നതോ ഇതാണ് വിശുദ്ധ ജീവിതം എന്ന ധാരണ പലപ്പോഴും സമൂഹത്തിൽ വിശ്വാസഗോളത്തിൽ തന്നെ വന്നു പോയിട്ടുണ്ട്. ഞാൻ ആ ഡ്രസ്സ് ഇടുന്നതിനെയോ സംസാരിക്കുന്നതിനെയോ അതിനെക്കുറിച്ചൊന്നും അല്ല വിഷയം. പക്ഷേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, ആ ലിസ്റ്റ് അക്കംപ്ലിഷ് ചെയ്യുന്നതല്ല, ഇന്ന കാര്യം ചെയ്തോ ചെയ്തില്ലേ എന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാറ്റുന്നതല്ല വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അതിൽ നമ്മൾ വന്നു നിന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകൂ എന്നാണ് നമ്മൾ വന്നു നിന്നത്. അന്ന് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ യെശയ്യാവ് ദൈവത്തെ തൻ്റെ മഹത്വത്തിൽ കാണുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ പറയുന്നു. നമുക്ക് അറിയുന്ന വാക്യമാണ്. ആരാധനയ്ക്കൊക്കെ നാം പലപ്പോഴും വായിക്കുന്നത്, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ സാറാപ്പുകൾ ഇങ്ങനെ അവന് ചുറ്റും ചിറകടിച്ച് ഇങ്ങനെ പറക്കുന്നതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അതിനുശേഷം യെശയ്യാവ് തൻ്റെ ആ ദർശനത്തിൽ കാണുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ വിശുദ്ധം അല്ലെങ്കിൽ ആ ഒരു പരിശുദ്ധമായ കർത്താവിൻ്റെ ആ സന്നിധി കണ്ടിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞ് തന്നെ തൻ്റെ അവസ്ഥയെ ശരിയായ രീതിയിൽ കാണുന്ന യെശയ്യാവിനെ നാം ആ ഒരു അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നുവോ അത്രത്തോളം നാം നമ്മുടെ ജീവിതത്തിലെ പാപ അവസ്ഥയെ, സിൻഫുൾ നേച്ചറിനെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് നമുക്ക് കഴിയും. എത്രത്തോളം നമ്മൾ ഹോളി ലൈഫ് പ്രാവർത്തികമാക്കുവാൻ, അതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം പാപത്തിൻ്റെ നമ്മിലെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ക്രൂശില് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച വ്യതയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചു നോക്കണം. വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിനെ, പരിശുദ്ധനായ ദൈവത്തിനെ പാപമാക്കി നമുക്ക് വേണ്ടി അവനെ ക്രൂശിൽ തറപ്പിച്ചു കൊല്ലുന്ന ആ ശിക്ഷയുടെ ഇൻറ്റൻസിറ്റി മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതമുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ ആ പാപത്തിൻ്റെ ഘോരത്വം, ആ ശിക്ഷയുടെ ഡെപ്ത്നെസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു തെറ്റുമില്ലാതെ
ശിക്ഷിച്ചു. ഒരു സിമ്പതി അല്ലെങ്കിൽ ആ വേദന എത്ര ഘോരമായിരുന്നു എന്ന ശാരീരിക വേദന മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ഒഴിക്കുമുണ്ടാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ വിശുദ്ധ ജീവിതമാണ്. ഒരു വിശ്വാസിക്ക് ശരിയായ വണ്ണം ദൈവത്തെ വർഷിപ്പ് ചെയ്യുവാനായിട്ട് കഴിയുന്നതിൻ്റെ അടിസ്ഥാനം അവൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴേ അവൻ്റെ പാപത്തിൻ്റെ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ. അവൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാൻ ജഡത്തിലാണ് വസിക്കുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളരുതാത്തവനാണ്, ആ എനിക്ക് വേണ്ടിയിട്ടാണ് ദൈവം മരിച്ചത്, അവൻ എത്ര വിശുദ്ധനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് ആരാധന നമ്മുടെ മനസ്സിൽ വരുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ പഠിക്കുവാനായിട്ട് ശ്രമിച്ച വിഷയം. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സിൻഫുൾ നേച്ചർ നാം മനസ്സിലാക്കുകയും കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുകയും അങ്ങനെ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുകയും പിന്നെയും കർത്താവിനെ നോക്കുന്നു, നമ്മുടെ സിൻഫുൾ നേച്ചർ മനസ്സിലാക്കുന്നു, കൂടുതൽ കർത്താവിനെ ആശ്രയിക്കുന്നു. ഈ സൈക്കിളാണ് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ദിസ് ഈസ് എ സൈക്കിൾ. ഈ സൈക്കിളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ നോക്കുന്നു, പാപിയായ മനുഷ്യൻ നമ്മുടെ ഒന്നുമില്ലായ്മ നമ്മൾ മനസ്സിലാക്കുന്നു, കർത്താവിങ്കിൽ കൂടുതൽ ആശ്രയിക്കുന്നു, വിശുദ്ധിയിൽ നാം വളരുന്നു. വിശുദ്ധിയിൽ വളരുമ്പോൾ പിന്നെയും കർത്താവിനെ നോക്കും, പിന്നെയും നമ്മുടെ അരിഷ്ടത നാം മനസ്സിലാക്കും, പിന്നെയും കർത്താവിനെ കൂടുതലായിട്ട് ആശ്രയിക്കും, പിന്നെയും വിശുദ്ധ ജീവിതത്തിൽ വളരും. ഈ വളർച്ച ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധ ജീവിതം. ഇതാണ് വിശ്വാസ ജീവിതം. ഈ വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അതിലോട്ട് ഞാൻ ഇനി കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഇതിനോട് ചേർന്ന് തന്നെ എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 4 വേഴ്സ് 15 ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. For we have not an high priest which cannot be touched with the feelings of our infirmities, but was in all points tempted like as we are, yet without sin. എന്താ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ടുള്ള പ്രേരകമായി അത് തീരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ നോക്കുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഉത്തേജകം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ദൈവത്തിൽ പാപമില്ലാത്തതുകൊണ്ടാണ്. കർത്താവിൽ പാപമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ഈ വിഷയം ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവത്തിന് പാപം ഉള്ള ഒരവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? അതെന്താ? ദൈവത്തിന് പാപമുള്ള അവസ്ഥ ചിന്തിച്ച എന്ത് പറ്റും? സജീവങ്ങൾ ഇങ്ങനെയുള്ള തോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ആളാണ്. യെസ്, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ, ദൈവം എന്ന് പറയുന്ന ആ ദൈവത്വം തന്നെ ഇല്ലാതാക്കേണ്ടി വരും. അതെന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ചിന്തിച്ചോ. സർവ്വവ്യാപി സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം ചെറിയൊരു അസൂയ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? എങ്ങനെയായിരിക്കും? കൊളാപ്സ് ആവും, റൈറ്റ്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലേ, പാപം ഗർഭം ധരിച്ച് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അങ്ങനെയല്ലേ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്.
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഒരു ഇൻഫിനിറ്റ് ഗോഡില് പാപത്തിന്റെ അടുത്ത സ്റ്റേജ് എന്താ? പാപം മുഴുത്തിട്ട് മരണമാണ് റിസൾട്ട്. അപ്പൊ ഒരു ഇൻഫിനിറ്റ് ഗോഡില്, നിത്യനായ ദൈവത്തില് ഒരു പാപമുണ്ടെങ്കിൽ അത് പിന്നെ എന്ത് ചെയ്യും? റിസൾട്ട് ചെയ്യുന്ന എങ്ങോട്ടാ? ഫുൾ ഡിസ്ട്രക്ഷനാ അല്ലേ? അവിടെ എന്താ പറയുക, ഒരു എൻഡിലോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, ഒന്നിനും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസിലോട്ട് വരും. ഈ പാപത്തിനൊരു സ്വഭാവമുണ്ട്. പാപം എപ്പോഴെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുമോ? ചെറിയൊരു അസൂയ തുടങ്ങി, ചെറിയതായിട്ടൊരു കോപം വന്നു, അല്ലെങ്കിൽ ചെറുതായിട്ട് വേറെ എന്തെങ്കിലും മോശമായ ചിന്ത വന്നു, ഇതങ്ങനെ തന്നെ ഇരിക്കുമോ? എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് എൻ്റെ പാപത്തെ ഞാൻ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുപോകാം? അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇന്നുവരെങ്കിലും? പാപം എപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കിയാൽ മതി. പാപത്തെ നമ്മൾ എപ്പോഴൊക്കെ കീപ്പ് ചെയ്യുന്നുവോ അത് ഇറ്റ് ഓൾവേസ് മൾട്ടിപ്ലൈസ്. ഈ ക്യാൻസർ സെൽസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ക്യാൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെല്ലാണ്. ഈ സെല്ല് ഇൻഫിനിറ്റ് ആയി ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്, ആവശ്യമില്ലാത്ത സെല്ല് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൂടുന്നതാണ് അല്ലേ? ഫെബി അറിയാം അല്ലേ? ഇൻഫിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ കൂടുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പാപത്തെ നമ്മൾ അവിടെ ഇരിക്കുവാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ ഇത് പിന്നെ എന്ത് പറ്റും? ഇത് ഗ്രോ ചെയ്യും, അത് വളരും, മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവമാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനുള്ള? സിന്നിനുള്ള. അങ്ങനെ ഒരു സ്വഭാവമുള്ള സിൻ ദൈവത്തിനുണ്ടെങ്കിൽ എന്ത് പറ്റും? ഞാൻ പറയുന്ന ആരും തെറ്റിദ്ധരിക്കരുത്, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇൻഫിനിറ്റ് ഗോഡില് അങ്ങനെ ഒരു സ്വഭാവം ഏതെങ്കിലും ചെറുതായിട്ട് പോലും വന്നാൽ എങ്ങനെ പറ്റും? അത് എത്രയായിരിക്കും മൾട്ടിപ്ലൈ ആവുക? കാരണം എൻഡില്ല. മനുഷ്യർക്ക് ഇത്രേ ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര വർഷമേ അവർ ജീവിക്കുന്നുള്ളൂ. ഇൻഫിനിറ്റ് ഗോഡിന് ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്ത് പറ്റും? അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സജീവങ്ങൾ പറഞ്ഞ പോലെ ഒരു ഗോഡ് എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റി തന്നെ ഡിസ്ട്രക്റ്റ് ആവും. ഒരു കാര്യത്തിനും എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഗോഡ് കാൺ ഹാവ് സിൻ. ദൈവത്തിന് പാപം എന്നുള്ളതിൻ്റെ ഒരു അയോട്ട പോലും ദൈവസന്നിധിയിൽ ദൈവത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കത്തില്ല. അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? അവനിൽ ഇരുട്ടൊട്ടും ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ, ഇപ്പം ഇൻകാൻഡിസൻ ലാബല്ല, നമ്മൾ LED ഒക്കെ ആക്കി, ഇത്ര വാട്ട്സിൻ്റെ ബൾബ്. അപ്പോൾ ആരെങ്കിലും ചെന്നിട്ട് എനിക്ക് ഇത്ര ശതമാനം വെളിച്ചവും ഇത്ര ശതമാനം ഇരുട്ടുമുള്ള ബൾബ് വേണം എന്നാരെയും പറയാറുണ്ട്? നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ അല്ലേ? ഇരുട്ടിനെ കുറിച്ച് പറയോ? ഇരുട്ട് എന്ന് പറയുന്ന സംഭവം വെളിച്ചം എന്ന് പറയുന്നതും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാ വെളിച്ചങ്ങളിലും നിങ്ങൾ സയന്റിഫിക് പഠിച്ചു നോക്കൂ, സയൻസ് പഠിച്ചു നോക്കിയാൽ മതി, അതിൽ ഒരു അംശം ഇരുട്ടുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവന് ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന് ഒരംശം പോലും പാപം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എക്സിസ്റ്റ് ഏതെങ്കിലും ദൈവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ദൈവം തന്നെ ദൈവം അല്ലാതായി മാറും. ഇനി കർത്താവായ യേശു ക്രിസ്തുവിലോട്ട് വന്നാലോ? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതിനെ കുറിച്ച് ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. എങ്ങനെ ജനിച്ച? മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം അതൊന്ന് വായിക്കണം. നമ്മളിത് ഈ കഥയായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മത്തായി 1-ാം അധ്യായം 18-ാമത്തെ വാക്യം അല്ലേ? മത്തായി 1:18, മാത്യു ചാപ്റ്റർ 1:18. അവിടെ ഇങ്ങനെ കാണുന്നു, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണം ആയിരുന്നു. ഒരു വേഴ്സ് ഫുള്ളായിട്ട് എടുത്തിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുക. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. എങ്ങനെയാ ഗർഭിണിയായ? പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇതെനിക്ക് ചിന്തിച്ച് തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയാനായിട്ട് പറ്റുന്ന ഏറ്റവും, ദൈവത്തിന് എന്തായാലും പാപം ഇല്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വാക്യമാണ് ഇപ്പോൾ പറഞ്ഞ വാക്യം. അവൻ ജഡത്തിന്റെ ഇഷ്ടത്താലായിട്ട് ഉണ്ടായതല്ല, ഉളവായതല്ല, പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിൽ പാപമുണ്ടോ? അവൻ ജഡത്തിന്റെ ഇഷ്ടം, ജന്മപാപം അവനിൽ പോസിബിൾ അല്ല. അവൻ ആദാമിന്റെ ആ പാപം വഹിച്ചുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല. അവൻ ഉളവായത് പരിശുദ്ധാത്മാവിനാണ് യേശുക്രിസ്തു ഉളവായത്. അതുകൊണ്ട് ജന്മപാപം എന്നൊരു കേസ് യേശുക്രിസ്തുവിന് വരത്തില്ല. ഇനി അഖിലാണ്ടത്തെ മുഴുവൻ ഒരു വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം മറിയയുടെ ഉദരത്തിൽ, ആ ഗർഭപാത്രത്തിൽ ഉളവായപ്പോൾ എത്ര സൈസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും? എത്ര സൈസ് ഉണ്ടായിരുന്നു? എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ 1.5 മാസമാകുമ്പോൾ 6 ഇഞ്ച് എന്തോ ആകുമെന്നാണ് ഞാൻ ഇത് വായിക്കാനായിട്ട് ഇടയായത്. 6 ഇഞ്ച്. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ എത്രയുണ്ടാവും? അത് 1.5 മാസം ആകുമ്പോൾ ഗർഭം ധരിച്ച് അത് കറക്റ്റ് 10ാം മാസം അത് കറക്റ്റ് ആയിട്ടാണ് യേശുക്രിസ്തുവിനെ പ്രസവിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്രയും വലിയൊരു ദൈവത്തെ, അല്ലെങ്കിൽ ശക്തിയുള്ള ദൈവത്തെ മറിയയുടെ ഉദരത്തിലോട്ട് എത്ര സൈസിലാണ് കർത്താവ് യേശുക്രിസ്തു ആയിത്തീർന്നേ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? അത് വളരെ ചെറിയ സെല്ലായിട്ടല്ലേ? ഇതെങ്ങനെ പോസിബിൾ ആകുന്നേ? കർത്താവിൻ്റെ സർവശക്തനായ ദൈവം, ഒരു വാക്കിനാൽ ഈ ലോകത്തെ മുഴുവൻ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയ ദൈവം ഒരു സെല്ലായി, ഒരു ചെറിയ ഒരു സൈസുള്ള ഇതിലേക്ക് ചുരുങ്ങുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ വിഷയം അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന് പാപമില്ല. പാപം അവനിൽ ഉണ്ടാകുവാനായിട്ട് കഴിയത്തില്ല. അതാണ് നമ്മളിപ്പോൾ വായിച്ച 4:15 വായിച്ചത്. അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 1 John chapter 3 verse 5. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപം ഇല്ല. ഇൻ ഹിം ഈസ് നോ സിൻ. ഇനിയും വാക്യങ്ങൾ ഒരുപാടുണ്ട്. 2 കൊരിന്ത്യർ 5:21 അതിലും ഈ വാക്യം തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൽ അല്ലെങ്കിൽ അവനിൽ പാപം ഇല്ല. ഞാനിങ്ങനെ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നമുക്കെന്തെങ്കിലും ഉപയോഗമുണ്ടോ? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അത് സദാകാലത്തേക്കുമുള്ള യാഗോ അങ്ങനെ ആയി മാറുമോ? യേശുക്രിസ്തുവിന് പാപം പറ്റത്തില്ല. അവന് എന്ന് പറഞ്ഞാൽ ചിലർ പറയാറുണ്ട്, അവന് പറ്റുമായിരുന്നു എന്നിട്ട് അവൻ ചെയ്യാത്തതാണ്. അങ്ങനെയാണോ ജയ്ശ്രീങ്ങൾ? അങ്ങനെയാണോ? യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയാമായിരുന്നു എന്നാൽ അവൻ ചെയ്യാത്ത, അങ്ങനെയല്ല. അവന് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവൻ പാപത്തെ അറിയാത്തവനാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം അല്ലേ? 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. 2 കൊരിന്ത്യൻസ് chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവൻ, ന്യൂ നോ സിൻ, ഹു ന്യൂ നോ സിൻ, പാപം അറിയാത്തവൻ. ഞാൻ ചോദിക്കട്ടെ, പാപം അറിയാത്തവനെ നമുക്ക് നീതി ലഭിക്കേണ്ടതിന് വേണ്ടി പാപമാക്കി. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതിലോട്ട് ഞാനിപ്പോൾ പോയാൽ ഇതിലോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല. എന്താണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ, നാം നോക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പാപം എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ദൈവത്തെ നാം നോക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുക. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടൊപ്പമായിരുന്നു, യഹൂദന്മാരോടൊപ്പമായിരുന്നു. അവരോട് പല സംഭാഷണങ്ങൾ, വാഗ്വാദങ്ങൾ, ചോദ്യശരങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്.
നമ്മൾ വിചാരിക്കുന്നത് എന്താ, യേശു ക്രിസ്തു ഇങ്ങനെ പോകുമ്പോൾ യഹൂദന്മാരിങ്ങനെ പോവും, അവരെ കാണുമ്പോൾ യേശു ക്രിസ്തുവിന് ഭയങ്കര ദേഷ്യമാണ്. കാരണം എപ്പോൾ നോക്കിയാലും കപടഭക്തിയാണ് അവർ. പരീശന്മാരും കപടഭക്തി അല്ലേ. അവർ മറ്റുള്ളവർ കാണുക പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു, അത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ നാമം ദുഷിക്കാൻ ശ്രമിക്കുന്നു. ഇവരെ കാണുമ്പോൾ കർത്താവിന് എന്താ തോന്നാ? എന്ത് തോന്നുമായിരിക്കും? ദേഷ്യം തോന്നോ? ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 46. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. 46. നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച്. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ പാപമില്ല, അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് പാപം ഉണ്ടാകുവാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത് പരിശുദ്ധാത്മാവിനാലാണ് യേശുക്രിസ്തുവിന്റെ ജനനം, അതിൽ പാപം ഉണ്ടാകുവാൻ പറ്റത്തില്ല. 3, യേശുക്രിസ്തു ജീവിച്ച് പരസ്യ ശുശ്രൂഷ വേളയിൽ ഓപ്പൺ ചലഞ്ചായിട്ട് തൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നിന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ് നാം ഇപ്പോൾ വായിച്ചത്. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനായിട്ട് സാധിക്കും? ഓപ്പൺ ചലഞ്ച് അല്ലേ? ആരോടാ ഈ സംസാരിക്കുന്നത്? യഹൂദന്മാരോട്. നിങ്ങൾ ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി, എന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കിയേ. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? കല്ലെറിയാനാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവന് ഭൂതമുണ്ടെന്ന്, മുകളിലോട്ടുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക, എല്ലാ വേഴ്സിലോട്ട് ഞാൻ പോകുന്നില്ല. അവന് ഭൂതമുണ്ടെന്ന് പറയുന്നവരാണ് ഈ യഹൂദന്മാര്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഓപ്പണായിട്ട് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിക്കുക, എന്നെ അതിശയിപ്പിച്ചൊരു വിഷയം, ക്രൂശീകരണത്തിന് വേണ്ടി ഇവനെ ഇങ്ങനെ വിസ്താരം കഴിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് യേശു ക്രിസ്തു ഉന്നയിച്ചോ? നിങ്ങളിൽ ആർ പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്തും എന്ന സ്റ്റേറ്റ്മെന്റ് പറയാമായിരുന്നില്ലേ? കർത്താവ് പറഞ്ഞോ? ഇല്ല. അത് നിങ്ങൾക്ക് വിടുകയാണ്. ഞാൻ ഇതിലോട്ട് തന്നെ വരാം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? യഹൂദന്മാരുടെ മുമ്പാകെ താൻ കൂടെ താമസിച്ച് ജീവിച്ച ആ ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും തൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നാം നോക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് പാപമില്ല എന്ന് എല്ലാവരും ഒപ്പിട്ട് തന്നേക്കുക, അവൻ്റെ ശത്രുക്കളും ഒപ്പിട്ട് തന്നേക്കുക. ഈ ദൈവത്തെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പാപം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയോ. ആരെങ്കിലും വന്നിട്ട് നിനക്കിടയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് ശിഷ്യന്മാർ പറഞ്ഞോ? നമ്മളെക്കുറിച്ച് ഏറ്റവും അറിയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്കായിരിക്കും. ഒരു പക്ഷേ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലേ, അങ്ങനെ ഏറ്റവും അടുത്ത്, ഒരു പക്ഷെ സഭയിലുള്ളവരൊന്നും ഏറ്റവും അടുത്ത് അറിയാൻ സാധ്യതയില്ല. നമ്മുടെ കൂടെ ഒരുമിച്ച് ജീവിക്കും. ആ സിറ്റുവേഷനിൽ നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് സ്വകാര്യമായിട്ട് എന്തെങ്കിലും ശിഷ്യന്മാർ പറഞ്ഞോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ പറയട്ടെ, ശത്രുക്കളായി കണ്ടവർ പോലും യേശുക്രിസ്തുവിന്റെ പാപത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവനിൽ പാപമുണ്ടെന്ന് ഒരു കാര്യങ്ങളും ആരോപിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ആ മോശമായ മനോഭാവത്തിന് മുമ്പിൽ പോലും ഒരു റിവെഞ്ച് ആറ്റിറ്റ്യൂഡ്, ആ റിവെഞ്ച് മനോഭാവം, അവനെ കൊല്ലുവാൻ കല്ലെടുത്ത അവരോട് പോലും ഒരു മനോഭാവ വ്യത്യാസവും യേശു ക്രിസ്തു കാണിച്ചതായിട്ട് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും യഹൂദന്മാർ പറഞ്ഞോ? കല്ലെടുക്കാൻ, അവനെ കല്ലെറിയുവാനായിട്ട് എടുത്തു. യേശു ക്രിസ്തു ഇങ്ങനെ മനുഷ്യരാണെങ്കിൽ എന്ത് വിചാരിക്കും? സർവശക്തനാണല്ലേ, എന്ത് അത്ഭുതങ്ങളും ചെയ്യാം. യേശു ക്രിസ്തുവിന് എന്ത് ചിന്തിക്കാമായിരുന്നു? അവനിട്ട് 2 എണ്ണം കൊടുക്കാല്ലേ. റിവെഞ്ച് പോസിബിൾ ആയിരുന്നു. റിവെഞ്ച് പോസിബിൾ ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരെ ദേഷ്യത്തോടെ പകയോടെ അല്ല കണ്ടിരുന്നത്. നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ആ സന്ദർഭങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എന്തോ എനിമിയായിട്ടാണ് നമ്മൾ യഹൂദന്മാരെയും പരീശന്മാരെയും ആക്കി വയ്ക്കുന്നത്.
പക്ഷെ യേശുക്രിസ്തു അവരെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അവരെല്ലാവരും ദോഷികളാണെന്ന് പറഞ്ഞ് അവരെ അങ്ങ് തള്ളിക്കളയാനോ അവരെ ദേഷ്യത്തോടുകൂടി ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി അല്ല അവരെ യേശുക്രിസ്തു കണ്ടിരുന്നത്. അവരെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പാപത്തെ മാത്രമേ വെറുക്കത്തുള്ളൂ. ഗ്രേറ്റസ്റ്റ് ആട്രിബ്യൂട്ട് ഓഫ് എ ബിലീവർ is to hate sin and love sinners. ഇത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ടഫ്. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പ്രവൃത്തിയും സ്വഭാവവും കണ്ടിട്ടാണ്. ആ വ്യക്തിയുടെ സ്വഭാവം ദോഷമുള്ളതും പാപമുള്ളതുമാണെങ്കിൽ ഉടനെ നമ്മുടെ വിലയിരുത്തൽ ആ വ്യക്തി ഇങ്ങനെ മോശക്കാരനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ കല്ലെറിവാനെടുത്ത പരീശന്മാരെ അല്ലെ യഹൂദന്മാരെ പോലും താൻ ദോഷമായിട്ടോ ദേഷ്യത്തോടെയോ വൈരാഗ്യ ബുദ്ധിയോടെയോ താൻ ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു മനോഭാവമേ ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ സ്വഭാവം പറ്റുമോ? പാപ സ്വഭാവത്തെ നമ്മൾ വെറുക്കണം, പക്ഷെ ആ വ്യക്തിയെ ഒരിക്കലും വെറുക്കുവാനായിട്ട് ഇടയാകരുത്. ഇത് വലിയൊരു ചലഞ്ചാണ് പ്രിയമുള്ളവരെ. വലിയൊരു ടെംപ്ടേഷനാണ് സാത്താൻ കൊണ്ടുവയ്ക്കുന്നത്. വലിയൊരു വലയാണ് വിരിക്കുന്നത്. ആ വ്യക്തിയെ ഒരിക്കലും രക്ഷിക്കുവാൻ യാതൊരുവിധ അധികാരവും ദൈവം ആർക്കും തന്നിട്ടില്ല. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനെ വെറുക്കുവാനോ അവനോട് മോശമായിട്ട് ഇടപെടുവാനോ ഒരധികാരവും ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര വിഷയമായിരുന്നു. കറുത്തവൻ എന്ന് മറ്റൊരാളെ വിളിച്ചു എന്ന് പറഞ്ഞു അല്ലേ? വിശ്വാസികളായ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മൾ കറുത്തവനും വെളുത്തവനൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും അതിർവരമ്പുകളൊക്കെ നമ്മൾ വെച്ച് കൂട്ടുന്നുണ്ടോ? ദൈവം ഒരു മനുഷ്യനെയും യാതൊരുവിധ അതിർവരമ്പുകളോ ആ ഒരു എന്താ പറയാ സ്റ്റേജസോ ഒന്നും ദൈവം വെച്ചിട്ടില്ല. ഒരു കാറ്റഗറൈസേഷനും ഇല്ല. എല്ലാവരെയും രക്ഷിച്ചത് തൻ്റെ രക്തത്താൽ തന്നെയാണ്. ആ രക്തത്തിൽ ഒരു വ്യത്യാസവും ആർക്കുമില്ല. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ആ കർത്താവിനെ നോക്കി വേണം വിശുദ്ധ ജീവിതം നയിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ we cannot hate any person. ഒരു വ്യക്തിയെയും നമുക്ക് വെറുക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം താൻ ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് എടുക്കുക. യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ. John chapter 4 verse 34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും എന്തായിരുന്നു? പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കണം, പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കണം, പിതാവിൻ്റെ ഇഷ്ടത്തിൽ ചിന്തിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ. അത്രയും ക്രേവിങ് അതിനു വേണ്ടിയിട്ടാണ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും അതിശയിപ്പിച്ച വിഷയം. പിതാവെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്താ? ഒന്ന്, പഴയ നിയമ ദൈവം. 2, നശിപ്പിക്കുന്ന നാശത്തിൻ്റെ അല്ലെങ്കിൽ സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവം അല്ലേ? പലപ്പോഴും നമ്മൾ ഈ പിക്ചറൈസേഷൻ എടുത്തു കൊടുക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത പുത്രൻ, ആ പുത്രനാണ് ക്രൂശിൽ കിടന്ന് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് ആ പുത്രനാണ്. ആ പുത്രൻ ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം എന്താ? അവരോട് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാ, അവരോട് കരുണ കാണിക്കുക എന്നുള്ളത് തന്നെയാ, അവരെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാ. പിതാവായ ദൈവം സ്നേഹമുള്ളവനാ, ദീർഘക്ഷമ കാണിക്കുന്നവൻ തന്നെയാണ്. ക്രിസ്തുവിന് മാത്രമായിട്ട് നമ്മൾ ഇത് പറയരുത്. പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും ഒരേ ക്വാളിറ്റീസ് ആണ്.
കർത്താവിൻ്റെ മനോഭാവം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായോ, ഓ കർത്താവല്ലേ, അവനിതൊക്കെ പറ്റും, പാപമില്ലല്ലോ അല്ലേ, അവൻ ദൈവമല്ലേ, അവനിതൊക്കെ പറ്റും. പക്ഷെ ഞാൻ മനുഷ്യനല്ലേ കർത്താവേ. എൻ്റെ വിഷയം ഈ കർത്താവിനെ നോക്കിയാൽ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള. പക്ഷെ നോക്കിയപ്പോൾ അവസാനം ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോൾ, കർത്താവേ നിനക്കിതൊക്കെ പറ്റും, ശരി ഞാൻ എഗ്രി ചെയ്തു, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ മനുഷ്യനൊക്കെ പറ്റുമോ? മനുഷ്യന് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഞാൻ കർത്താവിനോട് ചോദിച്ചു കാര്യം. ഞാൻ പറയട്ടെ, ഇതൊരു കേവലം ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് എടുക്കരുത്. നിങ്ങൾ ദൈവത്തോട് പലപ്പോഴും നമ്മുടെ സ്റ്റഡീസ് കർത്താവിനെ നോക്കണം, കർത്താവ് അത്രയും നല്ലവനാണ്, അവൻ അത്രയും ദൈവേഷ്ടം ചെയ്യുവാൻ താല്പര്യപ്പെട്ടവനാണ്, അവനിൽ പാപമില്ല, അതൊക്കെ നമ്മൾ എഗ്രി ചെയ്യുന്നു. ഇതുവരെ ഉള്ള എല്ലാ പോർഷൻസും ഓക്കെയാണ്, ഇതൊക്കെ നമ്മൾ 100% അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ എനിക്കത് പറ്റത്തില്ല. എന്താണെന്നറിയോ, എനിക്ക് ചില ബലഹീനതകളൊക്കെ ഉണ്ടല്ലോ കർത്താവ്. പാപമുള്ള ശരീരത്തിലല്ലേ ഞാൻ വസിക്കുന്നത്, അതിന് വാക്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ബലഹീനനാണ്, എനിക്ക് ചില ബലഹീന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അത്രയും പറ്റത്തില്ല. റോമാലേഖനം 8-ാം അധ്യായം അതിന് 9-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 9 ഞാൻ വായിക്കാം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നവരാണ്. വിഷയം അതല്ല. ആ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയാ എവിടെയാ നിങ്ങളുടെ ബൈബിളിലില്ലേ? നിങ്ങളിൽ വസിക്കുന്നു. ഇത് ഏതാത്മാവാ? ഏതാത്മാവാ? പരിശുദ്ധാത്മാവ് അല്ല സജീവ? പരിശുദ്ധാത്മാവ്. ഡാനി, ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിച്ച വാക്യം. അവിടെ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ ഉപപാർത്തത്തിൽ ഉളവായത് ആരിനാലാണ്? പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ മറിയയുടെ ഉദരത്തിൽ ആ രീതിയിൽ ഉളവാകുവാനായിട്ട് ശക്തിയുള്ള പരിശുദ്ധാത്മാവാൻ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആ ശക്തിയുള്ള ദൈവം, the same God, the same Holy Spirit dwells in us. അതേ ആത്മാവ് വിശ്വാസിയായി എന്നിൽ വസിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ശക്തിയുള്ള ദൈവം എന്നിൽ വസിക്കുന്നു. ആ ഹോളി സ്പിരിറ്റ് എന്നിൽ വസിക്കുന്നു. മറിയയുടെ ഉദരത്തിൽ കർത്താവിനെ ഉരുവാകുവാൻ പരിശുദ്ധാത്മാവിനാൽ ഉളവായി ആ ശക്തിയുള്ള ദൈവം എന്നിൽ വസിക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ? എനിക്ക് ബലഹീനനാണ്, എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്ക് അത്രയൊന്നും പറ്റത്തില്ല കർത്താവേ, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല കർത്താവേ, എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല കർത്താവേ, എനിക്കിത് എൻ്റെ ബലഹീനതയാണ്. വേഴ്സ് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 21. അതും പിന്നെ ഒരു വാക്യം കൂടെ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഹീബ്രു 4:15 നമ്മൾ ഒരിക്കൽ വായിച്ച വാക്യം. ആ വാക്യം കൂടെ നോക്കും. ഹീബ്രു 4:15. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. അതാ വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. എങ്ങനെയാ ഈ ബലഹീനത ഓവർകം ചെയ്യുന്നത്? നമ്മിൽ പരിശുദ്ധാത്മാവ്, സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവൻ്റെ ശക്തിക്ക് യാതൊരു കുറവുമില്ല. എന്നിട്ട് ഇവിടെ പറയുകയാണ് 15-ാം വാക്യത്തിൽ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആര്?
ആരാ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട് അല്ലേ? ഈ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. ഇനി ആര് വേണോ? ഈ രണ്ട് വ്യക്തിത്വങ്ങളും ഉണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചെന്നാൽ കർത്താവിനോടും പറയാം എന്നാണ് അവിടെ പറയുന്നത്. Don't cover up our sins with our weakness. Weakness with our sins with our weakness. നമ്മുടെ പാപങ്ങളെ നമ്മുടെ ബലഹീനതകളാണ് എന്ന് പറഞ്ഞ് അതിനെ പാച്ച് വർക്ക് ചെയ്ത് പോളിഷ് ചെയ്ത് അതിനെ കാണിക്കാനായിട്ട് ശ്രമിക്കരുത്. പ്രിയമുള്ളവരെ, വി ഹാവ് നോ എക്സ്ക്യൂസസ്. ദൈവസന്നിധിയിൽ ദൈവം പാപം കാണിച്ചു തരുമ്പോൾ കർത്താവേ അതെൻ്റെ ബലഹീനതയായിരുന്നു എന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും വിശ്വാസിക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? കാരണം കർത്താവ് അപ്പം തന്നെ പറയും, നിന്റെ ഉള്ളിൽ ശക്തിയുള്ള ആ സൃഷ്ടിയുടെ ശക്തിയുള്ള സർവശക്തനായ ദൈവം നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. നിന്റെ ശരീരം ആത്മാവിൻ്റെ മന്ദിരമാകുന്നു. ഏതു സമയത്തും എന്നോട് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് തന്നിരുന്നു. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അവൻ കഴിയുന്നവനാണ്. എന്നിട്ടും വി കനോട്ട് കവർ അവർ സിൻ വിത്ത് വീക്ക്നെസ് എന്ന് പറയുന്ന ബലഹീനതകൾ കൊണ്ട്, ആ ഒരു വേർഡ് കൊണ്ട്, ആ ഒരു സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപത്തെ മൂടി വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ ആദ്യം പറഞ്ഞു, വിശുദ്ധ ജീവിതം ഒരു ഓപ്ഷണൽ അല്ല. ഇത് നമ്മൾ കേട്ട് തഴമ്പിച്ച വിഷയമായിരിക്കാം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവൻ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുവാനല്ല, അവൻ വേറെ എന്തെങ്കിലും വലിയ വലിയ ക്രൂസൈഡ്സ് നടത്തുവാനല്ല, അവൻ ഓടി നടന്ന് പരസ്യയോഗം നടത്താനല്ല, അവൻ എല്ലാ കാര്യങ്ങളും സഭയിൽ ചെയ്യുന്നവനാവാനല്ല, അവൻ അതിസൽക്കാരത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനല്ല. അതൊക്കെ നല്ല കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം, വിശുദ്ധ ജീവിതം അവൻ്റെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരുന്ന ശ്രമിക്കുന്നവനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിരുന്ന് കർത്താവേ എനിക്കിതിന് കഴിയത്തില്ല, നീ എന്നെ സഹായിക്കുമെന്ന് പറയുന്നവനാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് അവനിലാണ് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുകയാണ്. A prayerful man is a powerful man. Only a powerful man can lead a holy life. പ്രാർത്ഥനാ ജീവിതമില്ലാതെ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പ്രാർത്ഥനാ ജീവിതമാണ് ആക്ച്വലി ഈ 15-ാം വാക്യത്തിൽ പറയുന്ന ഏതു സമയത്തും തത്സമയത്ത് കൃപ ലഭിപ്പാൻ അവൻ്റെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. 16-ാമത്തെ വാക്യം. സ്നേഹമില്ലാതെ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കില്ലാത്തതുപോലെ പ്രാർത്ഥനാ ജീവിതമില്ലാതെ ഒരു വിശ്വാസിക്ക് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വിഷയമാണിത്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാര്യവും അതുതന്നെയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ഞാൻ എടുത്ത് ദൈവസന്നിധി പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്ന വേർഡാണ് ബലഹീനത എന്ന് പറഞ്ഞു. കർത്താവ് അതെൻ്റെ ബലഹീനമാണ്, എന്നോട് ക്ഷമിക്കണേ. ഇതിങ്ങനെ കുറേ ആയി. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്കൊരിക്കലും ഫേസ് ചെയ്യുവാൻ, ഞാൻ നോർമലി അങ്ങനെ റിയാക്ട് ചെയ്യുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ, അതെനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് ഐ തിങ്ക് അറൗണ്ട് 1 വീക്ക് ആ വിഷയത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യണമല്ല, ആ രീതിയിലല്ലായിരുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ആ വിഷയത്തെ ഓർത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യാതെ, ഒരു പ്രതികരണവും നടത്താതെ ദൈവസന്നിധി, ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീണു. 1 വീക്ക് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് കൃപ തന്നു. കവർ അവർ വീക്ക്നെസ് വിത്ത് ഗോഡ്സ് ഗ്രേസ്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോണ്ടല്ലോ, പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ജഡത്തിലെ ശൂലം മാറ്റുവാനായിട്ട് 3 വട്ടം പ്രാർത്ഥിച്ചു.
ദൈവം പറഞ്ഞെന്താ? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ്സിനെ കവർ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ബലഹീനതകളെ കവർ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് ശക്തി നൽകും. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ദൈവം തന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ഇതുവരെയും ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ബലഹീനത ഇതാണ്, ഞാൻ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധി വീഴുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ദൈവം എന്നെ സഹായിച്ചത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമാണ്. ഒരിക്കൽ ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ എല്ലാം ആയി എന്നുള്ളതല്ല. ഈ ശക്തി കാണുമ്പോൾ എന്തോ പറ്റുമെന്ന് അറിയോ? നമുക്ക് കർത്താവ് കൂടുതൽ ആശ്രയിക്കാൻ തോന്നും. അപ്പോഴാണ് ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് ആരാധന ഉണ്ടാകും, വായിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവും, ആത്മാർത്ഥമായ സ്തുതികൾ ഉണ്ടാവും. അല്ലേ? ഞാൻ പറയട്ടെ, വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളൊരു വിശുദ്ധ ജീവിതം അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. വാ, ഈ അടയാളം ശുദ്ധ, അല്ലേ? സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വേർഡ്, ഇറ്റ്സ് എ പ്രോസസ്. പ്രിയമുള്ളവരെ, വിശ്വാസികള് നമ്മൾ ബൈബിള് പഠിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈച്ച് ആൻഡ് എവ്രി മൊമെന്റ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. നമ്മുടെ കർത്താവിനെയൊക്കെ എപ്പോഴും നോക്കാൻ പറ്റും. അവൻ്റെ ബലം, ഞാൻ പറയട്ടെ, ഈ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് ഉളവായി, അതുപോലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മളെപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ കൂട്ടർക്കുള്ളതല്ലേ. അതെന്തോ സൗണ്ടൊന്നും ഉണ്ടാവില്ലെന്നേ. അത് മറ്റുള്ളവർ കാണുക എന്തോ ഒരു പ്രഹസനം പോലെ, ഇങ്ങനെ കുറേ ജൽപ്പനങ്ങളോ തുള്ളിച്ചാടലുകളോ ഒന്നും അല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. യേശുക്രിസ്തുവിനെ ഒരു ചെറിയ സെല്ലായിട്ട് ആ മറിയയുടെ ഉദരത്തിൽ ഉണ്ടായപ്പോൾ മറിയ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞോ? എന്തെങ്കിലും ആ ദൈവത്തിൻ്റെ ശക്തി ഉള്ളിലേക്ക് വന്നത് കാരണം പുറമെ എന്തെങ്കിലും വലിയ എന്താ പറയുക പ്രതിഭാസങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും സംഭവിച്ചില്ലല്ലേ. ജസ്റ്റ് ഗോഡ് ക്രിയേറ്റഡ് ഇൻസൈഡ് എ വുമൺസ് വൂം. അതിന് പ്രത്യേകിച്ച് ശക്തിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല ഈ നമ്മൾ വിചാരിക്കുന്ന ശക്തിയുടെ പ്രകമ്പനങ്ങളൊന്നുമില്ല. ദൈവം നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുമ്പോൾ ശക്തിയുള്ള വാക്കുകളൊന്നും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ചെറിയ വാക്കുകൾ ദൈവം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതനുസരിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് ദൈവസന്നിധി ചെല്ലുമ്പോൾ ഇതിന് സൊല്യൂഷൻ കിട്ടുന്നതെന്ന് അറിയോ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ദൈവം ഈ പരിശുദ്ധാത്മാവിനോട് ഇതേ ഫ്രീക്വൻസിയിലാണ്, ദ സെയിം ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു അവിശ്വാസിക്ക് ഇത് പറ്റുമോ? അവിശ്വാസിക്ക് പറ്റുമോ? പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് ഇത് ചെയ്യുവാൻ പറ്റൂ. ഞാൻ പറയട്ടെ, എ ഹോളി ലൈഫ് വിത്തൗട്ട് പ്രയർ ഈസ് കംപ്ലീറ്റ്ലി സീറോ. എ ഹോളി ലൈഫ് വിത്തൗട്ട് ലവ് ഈസ് സീറോ. ഇത് നിങ്ങൾ എത്രയൊക്കെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ഞാൻ എത്ര ക്ലാസ് എവിടെ പോയി എടുത്താലും, എത്രയൊക്കെ പുസ്തകങ്ങൾ ഞാൻ ഇനിയിപ്പോൾ ഇനി എഴുതാനായിട്ട് ശ്രമിച്ചാലും ഒരു ഉപയോഗമില്ല. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാനിത് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എന്നെ സഹായിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ അത് അപ്ലൈ ആയിക്കോട്ടെ, അതിന് ഞാൻ ഫുൾ ഗ്യാരണ്ടി. പക്ഷേ ദൈവമേ, ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം അതൊന്നുമല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഐ ആം മോർ റെസ്പോൺസിബിൾ ടു ദീസ് വേർഡ്സ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കാൻ സഹായിക്കണേ. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ കർത്താവിനെ നോക്കി ജീവിക്കുമ്പോൾ അത് പ്രാർത്ഥനയുള്ള ജീവിതമാവണം, അത് വിശുദ്ധ ജീവിതമായി മാറും. പ്രിയമുള്ളവരെ, ക്ലാസ്
ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. അടുത്ത മറ്റു വശങ്ങൾ, വിശുദ്ധ ജീവിതത്തിൻ്റെ മറ്റു വശങ്ങൾ മറ്റു പല ക്ലാസ്സുകളായിട്ട് ഞാൻ എടുക്കാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിലോട്ട് കിടക്കാം. ഞാൻ ഈ പറഞ്ഞതൊന്നും വേദോസോ ദൈവം പറയാത്തതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് 100% ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കോൺഫിഡൻസായി ഞാൻ പറയുന്നു. നമ്മോട് ദൈവം സംസാരിക്കുന്നുവെങ്കിൽ അനുകൂലമായിട്ട് അതിനോട് പ്രതികരിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. എന്നോടും അത് തന്നെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹോളി ലൈഫ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ, ഇറ്റ്സ് കമ്പൽസറി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.